അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ക്യാമ്പിങ്ങിന് വന്നു. കസിൻസും ബ്രദേഴ്സും ആയിട്ടാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. ഒരു ഫാമിലി മീറ്റ് പോലെ വളരെ ലേറ്റ് ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പോയ സ്ഥലങ്ങളെല്ലാം ഫുള്ളായിരുന്നു. കുറേ തപ്പി പിടിച്ചിട്ടാണ് നമുക്കൊരു ക്യാമ്പിംഗ് സ്പോട്ട് കിട്ടിയിട്ടുള്ളത്. സ്പേസ് ഉണ്ട്, പക്ഷേ അപ്പുറത്തും ഇപ്പുറത്തെല്ലാം ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ മാറി താഴോട്ട് വന്നിട്ടാണ്. ഇത് ഹത്തയിലാണ്, ഹത്ത ഡാമിൻ്റെ എല്ലാം അടുത്താണ്. 3 ടെന്റാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ബാക്കിയുള്ളവർ വണ്ടിയിലും കിടന്നു. കാരണം നമ്മൾ സ്റ്റേ ചെയ്യാൻ വിചാരിച്ചിട്ടില്ല. ചിലർ ഉറങ്ങി, ചിലർ അടുത്തുള്ള സ്ഥലങ്ങളിലും കാണാൻ പോയി. രാവിലെ തന്നെ മുട്ട പുങ്ങിയും ചായലെല്ലാം ഉണ്ട്. അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് വന്നു. ഹത്ത ഡാമിൻ്റെ അടുത്ത് വന്നു. അവിടെ കയാക്ക് ഉണ്ട്. ഇത് മേലത്തെ വ്യൂ ആണ്. മേലത്തെ വ്യൂ താഴെ കാണാൻ നല്ല ഭംഗിയാണ്. ആദ്യമെല്ലാം താഴേന്ന് നമ്മൾ നടന്ന് മേലോട്ടേക്ക് കയറണം. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വണ്ടിയിൽ മേലോട്ടേക്ക് എത്തിയിട്ടുണ്ട്. മക്കൾസിനെല്ലാം തോണിയിലും ബോട്ടിലും കാരണം മറ്റേ ഒരേ ഒച്ചപ്പാട. പിന്നെ ഇവിടെ വന്നിട്ട് തോണി കരിക്കിലെ മോശമില്ല. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് നോർമൽ തോണിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. 2 അഡൽസിനും ഒരു ചെറിയ കുട്ടിക്കും കയറാം. അങ്ങനെ ഓരോരുത്തർ കൂടെ 2 ആളെ പറഞ്ഞു വിട്ടു. 2 ആൾക്ക് ഫുൾ ടിക്കറ്റ് വേണ്ട വന്നു. അൺലിമിറ്റഡ് ആണ് നോർമൽ തോണി. പക്ഷേ ബാക്കിയുള്ളതെല്ലാം 1 മണിക്കൂറാണ്. ഇവരാണെങ്കിൽ കയറുന്നില്ല. 2 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. ആ ടൈമിൽ ഞാൻ മീനുകളെല്ലാം നോക്കിയിരുന്നു. ഇതിൻ്റെ അടിയിൽ